ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു ദോശ ബാറ്ററിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതുകൊണ്ട് നല്ല ക്രിസ്പി ദോശ, നല്ല മൊരിഞ്ഞ ദോശ, നല്ല മസാല ദോശ, നല്ല പേപ്പർ ദോശ, ഇതുകൊണ്ട് തന്നെ സോഫ്റ്റ് ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ പറഞ്ഞ ആ കറക്റ്റ് മെഷർമെൻറ്റിൽ എല്ലാം എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ ചോറിനൊക്കെ എടുക്കുന്ന അതേ പച്ചരി തന്നെ. ഞാനിപ്പോൾ 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മെഷറിംഗ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ എടുക്കുന്ന കപ്പോ ചായക്കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ അതിനനുസരിച്ച് ആ ഒരു കപ്പിൽ തന്നെ എടുത്താൽ മതി. അരി എടുത്ത കപ്പിൽ തന്നെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഉണ്ട ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിന് പെരുപ്പം കിട്ടും. അല്ലെങ്കിൽ സാധാരണ സ്പ്ലിറ്റ് ആയിട്ടുള്ള പൊളിഞ്ഞിട്ടുള്ള ആ ഉഴുന്നെടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ ദോശയ്ക്ക് നല്ലൊരു കളറും കിട്ടും. നന്നായിട്ട് മൊരിഞ്ഞു വരാനും നല്ല രുചി ഉണ്ടാവാനും നല്ലതാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കേട്ടോ, ഈ ഒരു വലുപ്പത്തിലുള്ള ടേബിൾ സ്പൂണിന് എടുത്തിരിക്കുന്നത്. ഇനി ഇത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ മിനിമം ഇതൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കുക. ഇത് കൂടുതൽ നേരം കുതിർത്താൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഞാൻ കുതിർന്ന് വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 3.5 മണിക്കൂറായിരിക്കണു. അതിൽ കൂടുതൽ വെക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ഇത് അരച്ചെടുക്കാം. ഇതിപ്പോൾ പകുതിയായിട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ആദ്യം തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ അരി ശരിക്കും അരഞ്ഞു കിട്ടില്ല. ദോശയ്ക്ക് എപ്പോഴും കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് എപ്പോഴും നന്നാവുക. നല്ല മൊരിഞ്ഞ ദോശയ്ക്ക് കിട്ടണമെങ്കിൽ അരി നന്നായിട്ട് അരയണം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ വീണ്ടും ഏതാണ്ട് ഒരു 1/4 കപ്പ് തന്നെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ എടുക്കുന്ന പച്ചരി ചോറ് തന്നെയാണ് 1/4 കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ചോറ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിന് പകരം 1/4 കപ്പ് അവലെടുത്താൽ മതി. അവൽ ഇതിലേക്ക് നേരിട്ട് ചേർത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഒരു 10 മിനിറ്റ് കുതിർത്തിയിട്ടോ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. പക്ഷെ നന്നായിട്ട് അരഞ്ഞു കിട്ടണമെന്ന് മാത്രം. ഞാനിപ്പോൾ ഈ അരിയും ഉഴുന്നും കൂടി കുതിർത്താൻ വേണ്ടി വെച്ച അതേ വെള്ളം എടുത്തിട്ട് തന്നെയാണ് ഞാനിത് അരച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഉപ്പ് പിറ്റേ ദിവസം ചേർത്താലും മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തണുത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ചൂടുള്ള സ്ഥലമാണെങ്കിൽ കൈകൊണ്ട് തൊടരുത്, പെട്ടെന്ന് പുളിച്ചു പോവും. അപ്പോൾ അങ്ങനെ കയ്യിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരു 8 മണിക്കൂർ പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം വേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ കുക്കറിൽ വെക്കുകയോ അല്ലെങ്കിൽ അവനിൽ വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ പാകത്തിനുള്ളൊരു പുളി ഉണ്ടാവുള്ളൂ. കറക്റ്റ് 8 മണിക്കൂർ വെച്ചാൽ കേട്ടോ. ഇനി ആവശ്യത്തിന് ബാക്കിയുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിക്കാം. എനിക്കിത് കറക്റ്റായിരുന്നു വെള്ളം ഒഴിച്ചതൊക്കെ. അത് കാരണം ഞാൻ പിന്നീട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും കറക്റ്റ് സമയത്ത് വയ്ക്കുക. ഈ ഒരു റേഷ്യോയിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ വല്ലാതെ അങ്ങനെ പുളിച്ചു പോവില്ല. പാകത്തിനുള്ള ഒരു പുളിയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ദോശയ്ക്ക് നല്ലൊരു രുചിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ സാധാരണ ദോശയ്ക്ക് പരത്തുന്ന പോലെ തന്നെ, പക്ഷേ കട്ടി കുറച്ച് പരത്തുക. പിന്നെ ഒരു കയ്യിൽ മാവ് എടുത്താൽ മതിയാവും. പിന്നെ ദോശ മാവ് നമ്മൾ ഒഴിക്കുമ്പോൾ പിന്നെ ദോശക്കല്ല് വല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക കേട്ടോ. അതുപോലെ തന്നെ മുകൾ വശം നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരും. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമ്മൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും, ഇനിയിപ്പോൾ കുറച്ച് കട്ടി കൂടിയാലും ഇത് ദോശ നല്ല പെർഫെക്റ്റായിട്ട് നല്ല മൊരിഞ്ഞ ദോശ തന്നെ കിട്ടും. അത്രയും നല്ലൊരു ബാറ്ററാണത്. ഇതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ദോശ, മസാല ദോശ, പേപ്പർ ദോശ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്ര ക്രിസ്പിയാണെന്ന്. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ്
നല്ല സൂപ്പർ ദോശയാണ്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിരിക്കുന്നു കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ഓയിലൊക്കെ പരട്ടിയിട്ട് ഇഡ്ഡലി ബാറ്റർ ഒഴിക്കുമ്പോൾ അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഒഴിക്കാവൂ. അങ്ങനെ ആകുമ്പോഴാണ് സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഒരു മെഷർമെൻറ്റിൽ ദോശ ബാറ്റർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്